രാവിലെ എണീറ്റപ്പോൾ ഒരു യാത്ര പോകാമെന്ന് കരുതി കാര്യം പൊന്നുവിനോട് പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി എൻ്റെ തുണി വരെ അയൺ ചെയ്തു. കൂട്ടത്തിൽ ബിരിയാണിയും കൂടെ ഉണ്ടാക്കി. അതെ, ഞങ്ങൾ ഈ ഇടയ്ക്ക് പൊന്മുടി പോയ കാര്യമാണ് ഞാൻ പറയുന്നത്. കല്യാണത്തിന് മുന്നേ പണ്ടൊരിക്കൽ ഞങ്ങൾ ഇതേപോലെ ഒരു പൊതിച്ചോറ് കെട്ടി പൊന്മുടിയിൽ പോയി കഴിച്ചിട്ടുണ്ട്. ആ ഒരു ഓർമ്മ എന്നും മനസ്സിൽ സന്തോഷം തരുന്നതാണ്. അതേപോലെ ഇത്തവണ ബിരിയാണിയായിരുന്നു. 2 വാഴയില വെട്ടി പൊതിച്ചോറിന് പകരം ബിരിയാണി കൊണ്ടുപോകാമെന്ന് കരുതി. ഞങ്ങൾ ആ ബിരിയാണി പാത്രം തുറന്നപ്പോൾ ഒരു അടിപൊളി മണം പറഞ്ഞപ്പോൾ ഇപ്പോഴും എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. ഞാനങ്ങനെ ഹോട്ടലിൽ വെക്കുന്ന രീതിക്ക് ഒരു പാത്രം എടുത്ത് 2 കഷ്ണമൊക്കെ ഇട്ട് കുറച്ച് റൈസും വെച്ച് മുട്ടയും വെച്ച് നല്ല ഷേപ്പ് ആക്കി അങ്ങ് എടുത്തു. എന്നിട്ട് ആ ചൂടാക്കി വാട്ടിയ ആ വാഴയിലേക്കൊന്ന് തട്ടി കൂടെ 1 കഷ്ണം പൈനാപ്പിളും കുറച്ച് നാരങ്ങാച്ചാറും കൂടി വെച്ചു. സംഭവം കാണാനും കഴിക്കാനും വാഴയിലയിൽ പൊതിഞ്ഞ ഒരു ഉഗ്രൻ ഒരു ബിരിയാണിയായി. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒറ്റ പൊതിച്ചോറല്ലായിരുന്നു. ഇത്തവണ 2 പേർക്കും 2 പൊതിയെടുത്തു. ബാക്കിയുള്ളത് അച്ഛനും അമ്മയ്ക്കും വിളമ്പി വെച്ചു. പിന്നെ ഇത്തവണത്തെ പൊന്മുടി യാത്രയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾ പോയത് ബസ്സിലായിരുന്നു. പിന്നെ ഇങ്ങനെയുള്ള യാത്ര ബസ്സിലാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് മനോഹരമാണ്. പിന്നെ ഞങ്ങളെ യാത്രയുടെ ഫുൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ്.